ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ദൂരദർശന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആയിരുന്ന ശ്രീ കെ കുഞ്ഞികൃഷ്ണനാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. കുഞ്ഞികൃഷ്ണൻ സാർ, ഇപ്പോൾ ഞങ്ങൾ തരുന്ന വിവരം, ഇപ്പോൾ ദൂരദർശന്റെ കാലത്ത് നമ്മൾ എല്ലാവരും ആശ്രയിച്ചിരുന്ന ദൂരദർശൻ വാർത്തകളായിരുന്നു. ഇപ്പോൾ ധാരാളം ചാനലുകൾ വന്നു, ആ ചാനലുകൾ തമ്മിൽ മത്സരങ്ങൾ ഉണ്ടായി. പക്ഷേ ഇവിടെ റേറ്റിംഗ് പിടിക്കാൻ വേണ്ടി കോടികൾ ചെലവിടുന്ന ഒരു ചാനൽ ഉടമയും അത് കയ്യോടെ പിടികൂടപ്പെട്ടിരിക്കുന്നു. ബാർക്കിന്റെ സംവിധാനത്തിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ പണം കൈപ്പറ്റി റേറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ പണം വാങ്ങി റേറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വിവരങ്ങളെ കാണുന്നത്? ഒന്ന്, ഈ ബാർക്ക് എന്ന് പറയുന്ന സംവിധാനം തന്നെ നിലവിൽ വന്നത് പഴയ ടാം റേറ്റിംഗിൽ ഒരുപാട് അട്ടിമറി നടത്താൻ വേണ്ടി പല സംവിധാനങ്ങൾ ഉപയോഗിച്ചു. അതുകൊണ്ട് ഇന്ത്യയിലെ മേജർ ടെലിവിഷൻ ചാനൽസ് ഒരുപാട് കംപ്ലൈൻറ്റ്സ് റേസ് ചെയ്തു. അത് വേറെ ഒരു ചാനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അത് കഴിഞ്ഞ് എല്ലാ ഇതിനും പരിഹാരമായിട്ടാണ് ബാർക്ക് നിലവിൽ വന്നത്. ദാറ്റ് ഈസ്, അത് ചാനലുകളും ഗവൺമെന്റും അഡ്വർടൈസേഴ്സും അഡ്വർടൈസിങ് ഏജൻസീസും എല്ലാം കൂടിയുള്ള ഒരു സംയുക്ത സംരംഭമാണ്. ഈവൻ അതിൽ പോലും ഇങ്ങനെയുള്ള ഇത് നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ചാനൽ റേറ്റിംഗിനെ പറ്റിയിട്ട് വീണ്ടും പുനരാലോചനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഈ ട്രായ് തന്നെ ഒരു ഗൈഡ് ലൈൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും മിനിസ്ട്രി ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയും അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ഇത് വന്നത്. ഈ കേരളത്തിലെ ഒരു ചാനലിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, പല കാര്യങ്ങളും അങ്ങനെയാണ് എന്നുള്ളത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇന്ത്യയിലെ ടെലിവിഷൻ ഇൻഡസ്ട്രിയുടെ വ്യാപ്തി 70,000-ത്തിലധികം കോടിയാണ്. അതിൽ പരസ്യം മാത്രം 30,000 കോടിയാണ്. അതായത് ചാനലിൽ വരുന്ന പരസ്യങ്ങൾ, അതിന്റെ ഡിസ്ട്രിബ്യൂഷനും വേറൊരു വലിയൊരു മേജർ ഏരിയയാണ്. അതിലുമൊക്കെ ഇതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കേരളത്തിലെ ചാനലിന് നിങ്ങൾ ഇവിടുന്ന് ചാനൽ അട്ടിമറിക്കുന്നത് കണ്ടുപിടിച്ചത് വളരെ അഭിനന്ദനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പക്ഷെ ഒരു ദേശീയ ലെവലിൽ നിങ്ങൾ കൊണ്ടുവരണം. മാത്രമല്ല, ഇതിനെ പറ്റിയിട്ട് വളരെ കൂലങ്കഷമായിട്ട് ചർച്ചകൾ നടക്കണം. ഈ റേറ്റിംഗിന്റെ രീതികൾ, കാരണം ഏറ്റവും കോൺഫിഡൻഷ്യൽ ആണ് ഈ TV സാമ്പിൾസിന്റെ ഡീറ്റെയിൽസ്. സാമ്പിൾ ആരൊക്കെയാണ് ഇത് കാണുന്നതെന്നോ അല്ലെങ്കിൽ എവിടെയാണ് മീറ്റർ എന്നോ, ഈ പീപ്പിൾ മീറ്റർ ആയിരുന്നു മുമ്പ് ഉപയോഗിച്ചത്. പീപ്പിൾ മീറ്ററിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞപ്പോഴാണ് പിന്നീടുള്ള ഈ ബാർക്ക് സംവിധാനം വന്നത്. അത് കഴിഞ്ഞ് ഈ ഹിറ്റാണ് ഇപ്പോഴും മാനദണ്ഡം. ഈ ഹിറ്റിൽ പോലും പല നിഗൂഢ തന്ത്രങ്ങളുണ്ട്. എത്ര ഹിറ്റ് വരാം. അതായത് ഇപ്പം മുൻപ് ഈ ഓൾ ഇന്ത്യ റേഡിയോയിലുണ്ടായിരുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ആളുകളുടെ കത്തുകൾ, അതായത് പരിപാടിയുടെ റേറ്റിംഗ് അന്നേരം നോക്കിയിരുന്നത് കത്ത് നോക്കിയിട്ട്. അപ്പൊ ഈ പരിപാടിയിൽ പങ്കെടുത്ത ആള് തന്നെ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കത്തുകൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഇത് എനിക്കറിവുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഹിറ്റിലുണ്ട്. അപ്പൊ ഇത് സമഗ്രമായിട്ട് പരിഷ്കരിക്കണം, സമഗ്രമായി ചർച്ച ചെയ്യപ്പെടണം. മാത്രമല്ല, ഒരു ഫൂൾ പ്രൂഫ് സിസ്റ്റം. മുൻപും ഇതേമാതിരി എംപ്ലോയീസിന് പണം കൊടുത്തിട്ടായിരുന്നു ടാം റേറ്റിംഗിന്റെ നിഗൂഢതകൾ കണ്ടുപിടിച്ചത്. ഇപ്പോഴത്തെ രീതിയിൽ നിങ്ങൾ എക്സ്പോസ് ചെയ്തതിന് നിങ്ങൾ എത്രമാത്രം അഭിനന്ദിച്ചാൽ മതിയാവും എന്നെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ദേശീയ തലത്തിൽ കൊണ്ടുവരണം. ഇതിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ ഒന്നും ചെയ്യാനില്ല. കാരണം ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയാണ്. ബ്രോഡ്കാസ്റ്റിംഗ് സെൻട്രൽ സബ്ജക്റ്റാണ്. കുഞ്ഞികൃഷ്ണൻ സാർ ഈ ടെലിവിഷൻ രംഗത്തെ, ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ പരിണാമങ്ങൾ വളരെ അടുത്തറിഞ്ഞ ആളാണ്. അത് ആകാശവാണിയായാലും ദൂരദർശനായാലും പിന്നീട് ഇന്ത്യയിൽ സ്വകാര്യ ചാനലുകളുടെ കടന്നുവരവ്, ഈ ഘട്ടത്തിലെല്ലാം താങ്കൾ ഇതിൻ്റെ ഈ പരിണാമങ്ങൾ വളരെ അടുത്തറിഞ്ഞ് അതിൻ്റെ മാറ്റങ്ങളൊക്കെ അതെങ്ങനെയാണെന്ന് സമഗ്രമായി മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടിയാണ്. ഇത് സംബന്ധിച്ച് ചില ആധികാരിക ഗ്രന്ഥങ്ങൾ തന്നെ താങ്കൾ എഴുതിയിട്ടുമുണ്ട്. അങ്ങനെ ഉള്ള താങ്കൾ
കുഞ്ഞികൃഷ്ണൻ സാർ, എങ്ങനെയാണ് ഇത്തരമൊരു തട്ടിപ്പിനെ സ്വാഭാവികമായും ഈ പരസ്യദാതാക്കളെ സംബന്ധിച്ച്, ഈ പരസ്യ ഏജൻസികളെ സംബന്ധിച്ചൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഈ ബാർക്ക് റേറ്റിംഗ് ആണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചാനലുകൾക്ക് അവർ പരസ്യം വീതിച്ചു നൽകുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നിലവിലുള്ള ഘടനയിൽ ഈ ബാർക്ക് റേറ്റിംഗ് മാത്രമാണ് അടിസ്ഥാന രേഖ എന്നിരിക്കെ ഇത്തരം തട്ടിപ്പുകൾ ഈ ബാർക്കിലെ ജീവനക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് സത്യസന്ധമായും നേരിനും വേണ്ടി നിലയുറപ്പിക്കണമെന്ന് നമ്മൾ കരുതുന്ന അത്തരം വാർത്താ ചാനലുകളുടെ ഉടമകൾ തന്നെ ഈ രീതിയിൽ വളഞ്ഞ വഴിയിൽ പോകുന്നത് ശരിയാണോ? ഒട്ടും ശരിയല്ല. കേരളത്തിൽ മുൻപ് തന്നെ വളരെ മുമ്പ് ടാം റേറ്റിംഗ് നടന്നിരുന്ന കാലത്ത് ഒരു ഡ്രഗ്സിനെ പറ്റിയുള്ള ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അത് ഒരു ചാനൽ തന്നെ നേരിട്ട് സൃഷ്ടിച്ച ഇവന്റ് ആയിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് ഇന്ത്യയിലെ ടെലിവിഷൻ ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയും. കാരണം ഈ ഓരോ ചാനലും വരുന്നതിന്റെ പല ഡീറ്റെയിൽസും എനിക്ക് ടെലിവിഷനിൽ സജീവമായ താല്പര്യം ജോലി ചെയ്യുമ്പോഴും ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാൻ ടെലിവിഷൻ ചാനലുകളുടെ ഇതൊക്കെ ഒരു പാഷൻ എന്ന നിലയിൽ മോണിറ്റർ ചെയ്ത് ഒരുപാട് സമയം ഞാൻ അതിനുവേണ്ടി ചെലവാക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. കാരണം ഈ ടെലിവിഷൻ വളരെ കോമ്പറ്റീറ്റീവ് ആണല്ലോ. ഇത് ഏത് ചാനലും റേറ്റ് കൂട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഈ റേറ്റ് കൂട്ടാൻ വേണ്ടി ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. ഇതിനെയൊക്കെ ക്രിമിനാലിറ്റിയുടെ നിയമം അനുസരിച്ചാണ് കൈകാര്യം ചെയ്യേണ്ടത്. പിന്നെ ഒരു പ്രശ്നം ഈ TV ചാനലുകളെ സംബന്ധിച്ചുള്ളത്, ഇപ്പോ നമ്മുടെ ദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പോലും TV ചാനലുകൾ വരുന്നുണ്ട്. അതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉടനെ തന്നെ ഈ നിയമത്തിന്റെ ഇതൊക്കെ പിടിച്ച് പിന്നെ ഈ ചാനലുകൾക്കുള്ള സ്വാധീനം ഉപയോഗിച്ചൊക്കെ സ്വന്തം തട്ടിപ്പുകളും മറക്കുന്ന ചാനലുകളും ഉണ്ട്. ഇത് പക്ഷേ ഈ ടെലിവിഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 75,000 കോടി ഉറുപ്പിക മൂല്യം ഉള്ള ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ ഇത് നടക്കുന്നു. ഈ പണത്തിന്റെ മൂല്യത്തിനേക്കാൾ കൂടുതൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ടെലിവിഷൻ എന്നത് നമ്മുടെ ഈ ഇന്ത്യയിലെ ഏകദേശം 90% ആളുകൾ ഇപ്പോൾ TV കാണുന്നുണ്ട്. അവരുടെയൊക്കെ സ്വാധീനം, അവരെയൊക്കെ സ്വാധീനിക്കാൻ വേണ്ടി ഇതുമാതിരി കുറ്റകൃത്യങ്ങൾ കൊണ്ട് കഴിയും എന്നത് ഒരു വളരെ ഗൗരവതരമായ വിഷയമാണ്. അത് ചാനലുകൾ സ്വയം നിയന്ത്രിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്വയം നിയന്ത്രണം കാര്യക്ഷമമായിട്ടോ ഈവൻ പ്രാഥമികമായിട്ട് പോലും നടക്കുന്നില്ല. കാരണം റേറ്റ് കൂട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ചാനലുകളാണുള്ളത്. നമ്മൾക്കിപ്പോ കേരളത്തിലുള്ള വാർത്താ ചാനലുകൾ ഓരോ ദിവസം കാണുമ്പോഴും ഇത് അറിയാൻ പറ്റും. വളരെ നന്ദി ശ്രീ കുഞ്ഞികൃഷ്ണൻ സാർ. ദൂരദർശന്റെ മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ആയിരുന്ന അദ്ദേഹം ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ വളരെ ആധികാരിക ശബ്ദമാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം പ്രേക്ഷകർ കേട്ടതാണ്. ഇത്തരം തിരിമറികൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണം. കേന്ദ്ര സർക്കാരും കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയവും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം എന്നാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ സാർ ആവശ്യപ്പെട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.